നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2023 റാങ്കിൻ്റെയും മാർക്കിനെയും അടിസ്ഥാനപ്പെടുത്തി CMC ലുധിയാനയിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി റിസർവേഷൻ അനുസരിച്ച് അപേക്ഷിക്കേണ്ട സർവീസ് എഗ്രിമെൻറ്റ് ഫോം മെയ് 15-നുള്ളിൽ CMC ലുധിയാനയിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. 15-ാം തീയതിക്കുള്ളിൽ നമ്മൾ അവിടെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. റിസർവേഷൻ കാറ്റഗറിയിൽ, അതായത് ക്രിസ്ത്യൻ റിസർവേഷൻ കാറ്റഗറിയിൽപ്പെട്ട വിഭാഗക്കാർ അതിന് സർവീസ് എഗ്രിമെൻറ്റ് ഫോമും പാസ്റ്ററിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റും അടക്കം, അതുപോലെ ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് അടക്കമുള്ളത് മെയ് 15-ാം തീയതിക്കുള്ളിൽ CMC ലുധിയാനയിൽ എത്തിക്കുക. 100 സീറ്റുകളാണ് CMC ലുധിയാനയിലുള്ളത്. അതിൽ നമുക്കറിയാം, ഫരീദാബാദ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വഴിയാണ് നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം അപ്ലൈ ചെയ്യേണ്ടതും കൗൺസിലിങ്ങിൽ പങ്കെടുക്കേണ്ടതുമെല്ലാം. ഇപ്പോൾ 6,60,000 രൂപയായിരുന്നു കഴിഞ്ഞ വർഷം MBBS സീറ്റിൻ്റെ ഫീസ്, 6.6 lakhs per year. ആ MBBS സീറ്റിന് ക്രിസ്ത്യൻ വിഭാഗക്കാർക്ക് CMC ലുധിയാനയിലെ റിസർവേഷൻ വേണ്ട വിഭാഗത്തിന് മാത്രം ഇപ്പോൾ സർവീസ് എഗ്രിമെൻറ്റ് എത്തിച്ചു കൊടുക്കേണ്ട ഒരു സമയമാണ് മെയ് 15 വരെ. CMC ലുധിയാനയിൽ ആകെ 100 സീറ്റുകളാണുള്ളത്. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ യാതൊരുവിധ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നോക്കാതെ പഞ്ചാബിലുള്ള കുട്ടികൾക്ക് 11 സീറ്റുകൾക്കും ഓൾ ഇന്ത്യ ലെവലിൽ 5 കുട്ടികളെയും CMC ലുധിയാനയിൽ പ്രവേശിപ്പിക്കും. ഇതിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം BUHS, അതായത് ഫരീദാബാദ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടതും കൗൺസിലിങ്ങിൽ പങ്കെടുക്കേണ്ടതും. ഇത് ക്രിസ്ത്യൻ വിഭാഗക്കാർക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. ഇതിൽ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള നമ്പർ ഓഫ് സീറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ BDSൻ്റെ സീറ്റുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൊത്തം BDSന് 40 സീറ്റുണ്ട്. അതിൽ 3 സീറ്റുകളാണ് ഓപ്പൺ കാറ്റഗറിയിൽ ഉള്ളത്. പഞ്ചാബിൽ ഉള്ള ക്രിസ്ത്യൻ വിഭാഗക്കാർക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ അലോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. B എന്ന കാറ്റഗറിയിലാണ് കേരളത്തിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ B എന്ന കാറ്റഗറിയിലുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിന് ബാപ്റ്റിസം സർട്ടിഫിക്കറ്റും സർവീസ് എഗ്രിമെൻറ്റ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഡൊമിസിൽ സർട്ടിഫിക്കറ്റും പിന്നെ പാരിഷിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും അടക്കം ആണ് മെയ് 15-ാം തീയതിക്കുള്ളിൽ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കേണ്ടത്, ഈ റിസർവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഈ വിഭാഗക്കാരെ ഒരു ബൈബിൾ ടെസ്റ്റ് നടത്തിയാണ് അവർക്ക് ഏത് കാറ്റഗറിക്കാണ് റിസർവേഷൻ കൊടുക്കേണ്ടത്, ഏത് കുട്ടികൾക്കാണ് റിസർവേഷൻ കൊടുക്കേണ്ടതെന്നുള്ള തീരുമാനിക്കുന്നത്. അങ്ങനെ ബൈബിൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ എഗ്രിമെൻറ്റ് ഫോം നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം bfuhs.ac.in എന്ന വെബ്സൈറ്റ് വഴി ബാബ ഫരീദ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ കൗൺസിലിങ്ങിൽ പങ്കെടുക്കേണ്ടതും സീറ്റുകൾ അലോട്ട് ചെയ്യപ്പെടുന്നതും. 2022 ഏതാണ്ട് 6,60,000 രൂപയായിരുന്നു CMC ലുധിയാനയിലെ വാർഷിക ഫീസ് നിരക്ക്. CMC ലുധിയാനയിലെ വിവിധ റിസർവേഷൻ കാറ്റഗറിക്ക് അവരുടെ സർവീസ് എഗ്രിമെൻറ്റ് സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്യേണ്ട അതോറിറ്റികളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച്, അങ്ങനെ ഓരോ വിഭാഗക്കാരും അവരുടെ സർവീസ് എഗ്രിമെൻറ്റ് ഫോം എവിടെ നിന്നാണ് സൈൻ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ലിസ്റ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതനുസരിച്ച് സർവീസ് എഗ്രിമെൻറ്റ് ഫോമിൻ്റെ കോപ്പിയുണ്ട്. ഇതിനകത്ത് നീറ്റിൻ്റെ റോൾ നമ്പർ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷം നമ്മളത് ചെയ്താൽ മതിയാകും. അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് CMC ലുധിയാന, പഞ്ചാബ് 141008, മെയ് 15-ാം തീയതിക്കുള്ളിലാണ് അവിടെ എത്തിക്കേണ്ടത്. ക്രിസ്ത്യൻ വിഭാഗക്കാർ CMC വെല്ലൂർ, സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ കേരളത്തിലെ 7 മെഡിക്കൽ കോളേജുകൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് CMC ലുധിയാനയിലെ അഡ്മിഷനും. അപ്പം ലുധിയാനയിൽ നിങ്ങൾക്കൊരു അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മൈനോറിറ്റി റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ബാക്കി രജിസ്ട്രേഷൻ പ്രോസസ്സുകളെല്ലാം നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷമാണ് ചെയ്യേണ്ടത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.